ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. മാത് കഫേയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഐഡന്റിറ്റീസുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ വീഡിയോയിലേക്കാണ് കടക്കുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്നും നമ്മൾ എക്സ് പ്ലസ് വൈ ടൈംസ് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന ഐഡന്റിറ്റി ഉപയോഗിച്ച് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് പരിചയപ്പെടാം. ഈ ഐഡന്റിറ്റി എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. പല കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഈ ഐഡന്റിറ്റി ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോർഷനാണ് ഇത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് ദി ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് 25 ഇസ് ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ മൈനസ് 25 എന്ന് പറയുന്നത് 0 ആണ് എന്ന് തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് എക്സിന്റെ വില കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് അറിയുന്ന ഐഡന്റിറ്റി എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന ഫോമിലാണ് ഉള്ളത്. അതായത് 25 എന്ന സംഖ്യയെ ഏതെങ്കിലും ഒരു സംഖ്യയുടെ വർഗമായി എഴുതാൻ കഴിയുമോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. നമുക്കറിയാം 5ന്റെ വർഗമാണ് 25. 25 is the square of 5. അതുകൊണ്ട് തന്നെ എക്സ് സ്ക്വയർ മൈനസ് 25നെ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 5 സ്ക്വയർ എന്ന് എഴുതാം. ഇനി എളുപ്പമാണല്ലോ. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എക്സ് തന്നെയാണുള്ളത്, വൈയുടെ സ്ഥലത്ത് 5 ആണ് ഉള്ളത്. സോ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 25 ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 5 ഇൻറ്റു എക്സ് പ്ലസ് 5 എന്ന് കിട്ടുന്നു. ഇവിടെ ഏറ്റവും ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യം നമ്മുടെ ഐഡന്റിറ്റിയുമായി എങ്ങനെ തന്നിരിക്കുന്ന ചോദ്യത്തിനെ ബന്ധപ്പെടുത്താൻ കഴിയുമെന്ന് ആലോചിക്കും. ഇനി എക്സ് മൈനസ് 5 ഇൻറ്റു എക്സ് പ്ലസ് 5 എന്ന് പറയുന്നത് 0 ആയിട്ടാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇനി നോക്കുക, നമ്മുടെ കയ്യിൽ 2 നമ്പേഴ്സ് ഉണ്ട്. ഈ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് അഥവാ ഗുണനഫലം 0 ആണ് എന്നാണ് തന്നിരിക്കുന്നത്. എപ്പോഴാണ് 2 സംഖ്യകളുടെ ഗുണനഫലം 0 ആകുന്നത്? When will be the product of 2 numbers be 0? ഇതാണ് നമ്മുടെ മുൻപിലുള്ള ചോദ്യം. നമുക്കറിയാം 2 സംഖ്യകളുടെ ഗുണനഫലം 0 ആണെങ്കിൽ ഒന്നുകിൽ 2 നമ്പേഴ്സും 0 ആകണം. 0 ഇൻറ്റു 0 എന്ന് പറയുന്നത് 0 തന്നെയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഖ്യ 0 ആകണം. നമുക്കറിയാം ഏതൊരു സംഖ്യയെ 0 കൊണ്ട് ഗുണിച്ചാലും ഉത്തരം 0 തന്നെയാണ്. So we have 2 possibilities. Either both the numbers should be 0 or either one of the 2 numbers must be 0. ഈ ഒരു ഐഡിയ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. സോ either x plus 5 should be 0 or x plus 5 should be 0. ഏതും പോസിബിൾ ആണ്. ചിലപ്പോൾ രണ്ടും ട്രൂ ആയിട്ടും വരാം. ഇനി നമുക്ക് ഈ ലീനിയർ ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് 5 ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സിന്റെ വില എന്ന് പറയുന്നത് 5 ആയിരിക്കും. എക്സ് പ്ലസ് 5 ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സിന്റെ വില മൈനസ് 5 ആയിരിക്കും. അങ്ങനെ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി. ജസ്റ്റ് നമ്മുടെ ഐഡന്റിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്യാൻ മാത്രമാണ് നമുക്ക് അറിയേണ്ടത്. അതിനുശേഷം ഇതുപോലെ ചെറിയൊരു ലോജിക്കൽ കാര്യം കൂടി നമ്മുടെ മനസ്സിൽ വന്നാൽ ഈ ചോദ്യം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. Let's move on to the next question. The product of x square minus 4 by x plus 1 and 2x plus 2 by x minus 2 is. നമ്മുടെ കയ്യിൽ 2 സംഖ്യകളുണ്ട്. ഈ 2 സംഖ്യകളുടെയും ഗുണനഫലം എന്താണ് എന്നാണ് ചോദ്യം. Let's start working out. നോക്കൂ, x square minus 4
ഇവിടെ നമുക്ക് 4നെ 2 സ്ക്വയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ അടുത്ത ഒരു ടേം ഉണ്ട് 2x പ്ലസ് 2. 2x പ്ലസ് 2ൽ നിന്ന് കോമൺ ആയിട്ട് നമുക്ക് 2നെ പുറത്തെടുക്കാൻ കഴിയും. 2 പുറത്തെടുക്കുമ്പോൾ ബാക്കി എന്താ ഉള്ളത്? x പ്ലസ് 1 ആണ് ഉള്ളത്. 2 പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഓരോ ടേംസിനെയും ഓരോ പദങ്ങളെയും 2 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കിയാൽ മതി. 2xനെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ x കിട്ടുന്നു, 2നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 1 കിട്ടുന്നു. ഇങ്ങനെ കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ നമുക്ക് ഫെമിലിയർ ആയ ഐഡന്റിറ്റി ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന സർവ്വസമവാക്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യാം. ഇതിനെ വിപുലീകരിക്കുമ്പോൾ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് കിട്ടുന്നു. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ 2 ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ റാഷണൽ നമ്പേഴ്സ് ഭിന്നക സംഖ്യകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ 2 ഭിന്നക സംഖ്യകളെ ഗുണിക്കുന്നത് എങ്ങനെയാണ് എന്ന് അറിയുമോ? ഈ 2 ഫ്രാക്ഷൻസിനെ ഗുണിക്കാൻ വേണ്ടിയിട്ട് ഫ്രാക്ഷൻസിന്റെ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ അംശം ഒരുമിച്ച് എഴുതുക. അതുപോലെ ഈ 2 ഫ്രാക്ഷൻസിന്റെയും ഡിനോമിനേറ്റർ അഥവാ ഛേദം ഒരുമിച്ച് എഴുതുക. അപ്പം ഉത്തരത്തിന്റെ അംശം എന്ന് പറയുന്നത് എക്സ് പ്ലസ് 2 ടൈംസ് എക്സ് മൈനസ് 2 ഇൻറ്റു 2 ടൈംസ് എക്സ് പ്ലസ് 1 ആണ്. അതുപോലെ ഉത്തരത്തിന്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ആണ്. ഇനി നമുക്ക് അംശത്തിലും ഛേദത്തിലും കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിൽ എക്സ് മൈനസ് 2 ഉണ്ട്, അതുപോലെ ഡിനോമിനേറ്ററിലും എക്സ് മൈനസ് 2 ഉണ്ട്. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. അതുപോലെ ന്യൂമറേറ്ററിൽ അംശത്തിൽ എക്സ് പ്ലസ് 1 ഉണ്ട്, ഡിനോമിനേറ്റർ ഛേദത്തിലും എക്സ് പ്ലസ് 1 ഉണ്ട്. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ വി ആർ ലെഫ്റ്റ് വിത്ത് 2 ടൈംസ് എക്സ് പ്ലസ് 2. ഇനി ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം നമുക്ക് ആൻസർ കിട്ടുന്നത് 2x പ്ലസ് 4 എന്നാണ്. ഈ ക്വസ്റ്റ്യനും എളുപ്പമാണെന്ന് കരുതുന്നു. നേരത്തെ നമ്മൾ എക്സ് സ്ക്വയർ മൈനസ് 25നെ എക്സ് സ്ക്വയർ മൈനസ് 5 സ്ക്വയർ എന്ന് എഴുതിയതുപോലെ തന്നെ ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 4നെ എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്ന് എഴുതാൻ കഴിയണം. എന്നാൽ മാത്രമേ എളുപ്പത്തിൽ മുന്നോട്ട് പോകാൻ കഴിയൂ. മനസ്സിലായി എന്ന് കരുതുന്നു. മറ്റൊരു ചോദ്യം നോക്കിയാലോ? നോക്കൂ, 56 square minus 41 square is exactly divisible by the number. കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 6, സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് 3, തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് 11, ഫോർത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് നൺ ഓഫ് ദിസ്. ഇങ്ങനെ 4 ഓപ്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. ചെയ്ത് നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന രൂപത്തിലാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 56ഉം വൈന്റെ സ്ഥാനത്ത് 41ഉമാണ് ഉള്ളത്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ടു ബി 56 പ്ലസ് 41 ടൈംസ് 56 മൈനസ് 41. ഇനി 56നോട് 41 കൂട്ടിയാൽ 97 കിട്ടുന്നു. 56ൽ നിന്ന് 41 കുറച്ചാൽ 15 കിട്ടുന്നു. ഇനി നമുക്കറിയാം ഏത് സംഖ്യ കൊണ്ടാണ് ഹരിക്കാൻ പറ്റുന്നത് എന്നാണ് അറിയേണ്ടത്. ഇവിടെ നമുക്ക് ഈ സംഖ്യകളെ ഇതിൽ ഏത് സംഖ്യ കൊണ്ട് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇതിനെ 3 കൊണ്ട് ഹരിക്കാൻ കഴിയുമെന്ന് മനസ്സിലായി. 3 ഒരു ഘടകമാണെന്ന് കിട്ടി. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ.